ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ തായ്ലാൻഡിലേക്ക് എത്തിയ ആ ഒരു ദിവസത്തെ വിശേഷങ്ങളും ആ ഒരു ദിവസം ഉണ്ടായ രസകരമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ടാക്സി വിളിച്ച് നേരെ നമ്മുടെ കാൺകരൻ അപ്പാർട്ട്മെൻറ്റിലോട്ടെത്തി. കാൺകരൻ അപ്പാർട്ട്മെൻറ്റ് നേരത്തെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാൺകരൻ അപ്പാർട്ട്മെൻറ്റിൽ വന്ന് നേരെ റിസപ്ഷൻ ചേട്ടനെ കണ്ട് ഒരു ഹായ് ഒക്കെ പറഞ്ഞ് പുള്ളിയുടെ നിന്ന് 311 എന്താണ് റൂം നമ്പർ കീയും വാങ്ങിച്ച് നേരെ നമ്മുടെ റൂമിലേക്ക് വന്നു. കയറുമ്പോൾ തന്നെ ആ അതിമനോഹരമായ ഒരു നല്ലൊരു ഹാളും അതുപോലെ തന്നെ 2 ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമാണ് റൂമിനുള്ളത്. 800 തായ് ബാത്താണ് ഒരു ദിവസത്തെ റെൻറ്റ്. നമ്മൾ 6 പേരും കൂടി ഇവിടെ തങ്ങാനുള്ള പരിപാടിയാണ്. ആ റൂമിലൊന്ന് ഫ്രഷായി നേരെ റോഡിലോട്ട് ഇറങ്ങി ഒരു ചായ കുടിക്കണമല്ലോ, രാവിലെ ഒരു ചായ മസ്റ്റാണല്ലോ. അപ്പോൾ കണ്ട കാഴ്ചകളാണ് അത്. അടിപൊളി മനോഹരമായ ഫുഡെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. വഴിയോര കച്ചവടം. എന്ത് ഫുഡാണ് ഇതിൻ്റെ പേരൊന്നും അറിയില്ല, സംഭവം കളറാണ് കേട്ടോ. അങ്ങനെ നടന്ന് നമ്മളൊരു കോഫിയോ ചായ കിട്ടുമെന്ന് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതാ ഇവിടെ ഒരു കോഫി കിട്ടും, ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ കോഫി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തോട്ടങ്ങ് കയറി മൊത്തത്തിലൊന്ന് പരതി. ഈ സംഭവം എവിടെയാണ് ഇരിക്കണതെന്ന് അറിയണ്ടേ. അങ്ങനെ പരതി അവസാനം കോഫി കണ്ടുപിടിച്ചു. നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് 7-Eleven എന്നാണ് കേട്ടോ. ഈ 7-Eleven ഇന്ത്യ ഒഴികെ ഒട്ടുമിക്ക രാജ്യങ്ങളിലുള്ളതായിട്ടാണ് അറിയില്ല. എന്തായാലും അത് നമ്മളെ സംബന്ധിക്കുന്ന കാര്യമല്ലല്ലോ. എന്തായാലും കോഫി കിട്ടിയ സന്തോഷത്തിൽ ഞാൻ 2 പാക്കറ്റ് ഓരോ പാക്കറ്റ് വീതം എടുത്ത് ഓരോ കപ്പും എടുത്ത് അതിലോട്ട് തട്ടിയിട്ടു. ഒരു കോഫിയുടെ വില 15 തായ് ബാത്ത്. സാരമില്ല, ചായ കിട്ടിയില്ല, കോഫി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ 2ഉം തട്ടിയിട്ട് കുറച്ച് ആവശ്യത്തിന് ചൂടുവെള്ളം എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ആ കോഫി കിട്ടിയ സന്തോഷത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് പുറത്തോട്ട് വന്ന് ബില്ല് ചേച്ചിക്ക് ഒരു 30 തായ് ബാത്തും കൊടുത്ത് അവിടെ നിന്ന് 30 തായ് ബാത്തും കൊടുത്ത് പുറത്തോട്ട് ഇറങ്ങി. രാവിലെ എന്തെങ്കിലും കഴിക്കണമല്ലോ, ബ്രെഡ് സാൻഡ്വിച്ചെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി പച്ചക്കറി ഇറങ്ങി. അപ്പോൾ ഒരു സൈക്കിളായിട്ട് നമ്മളെ കണ്ട് ഹായൊക്കെ കാണിച്ച് അങ്ങനെ ഉഷാറായിട്ട് പോവാം. അങ്ങനെ നടന്ന് വന്നു ഒരു മാർക്കറ്റ് രാവിലെ തന്നെ ഭയങ്കര ആക്റ്റീവൊന്നുമല്ല. ഞാൻ കരുതി കണക്കുള്ള ഒരുപാട് കടകളോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ചെറിയൊരു പച്ചക്കറി കട. എന്തായാലും ഞങ്ങൾക്ക് വേണ്ട സാധനം അവിടെ ഉണ്ടെന്ന് കണ്ടെത്തി. ഒരുപാട് ഇല ഐറ്റംസ് ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇവർ ഇല കറികളൊക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. എന്തായാലും അതൊക്കെ പോട്ടെ. 4 വെള്ളരി എടുത്തു. അവരോട് വില ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 4 വെള്ളരിയുടെ വില 28 തായ് ബാത്താണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് ചേച്ചി പെട്ടെന്ന് തന്നെ പേന എടുത്ത് എല്ലാം എഴുതി കാണിച്ചു തുടങ്ങി. അതും ഒരു കണക്കിന് നന്നായി. എഴുതി കാണിച്ചതുകൊണ്ട് എല്ലാത്തിൻ്റെ വില മനസ്സിലാക്കാൻ പറ്റി. പിന്നെ തക്കാളി പറക്കിയിട്ടു, സവാള പറക്കിയിട്ടു, പിന്നെ ക്യാരറ്റ് പറക്കിയിട്ടു. അതിനുശേഷം സാൻഡ്വിച്ചിനകത്ത് വയ്ക്കുന്ന ആ ഇലയുടെ പേര് ഇപ്പോഴും എനിക്കറിയില്ല കേട്ടോ. അതും കണ്ടുപിടിച്ചു. അവസാനം ചേച്ചി ഒരു 78 രീതി കാണിച്ചു. ഇതാണ് ഫൈനൽ. 78 രൂപയുടെ സാധനം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു 100 പിടയ്ക്കുന്ന നോട്ടെടുത്ത് ചേച്ചിയുടെ കൊടുത്തു. ചേച്ചി ബാക്കി ചില്ലറ 22 രൂപ എടുത്ത് കയ്യിൽ തന്ന് ചേച്ചിയോട് ഒരു ഹായ് ഒക്കെ പറഞ്ഞ് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് നേരെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ചിക്കൻ ലിവറാണോ ബീഫ് ലിവറാണോ എന്നറിയില്ല, ലിവർ ഐറ്റമാണ്. നന്നായിട്ട് ആ മസാലയൊക്കെ പുരട്ടി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. മണം അടിപൊളി മണമായിരുന്നു. അവിടെ കുറേ നേരം നിന്ന് ഇവിടെ നല്ല ചിക്കൻ്റെ കുറേ സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് ഉണക്കാനിട്ടേക്കാണ്. എന്തായാലും ഇവിടെ കാക്കയും പൂച്ചയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സാധനം ആരും എടുത്തുകൊണ്ട് പോകില്ല. നേരെ കണ്ടത് ചിക്കൻ കബാബ്. തൊപ്പിയൊക്കെ വെച്ച് ചേട്ടൻ രാവിലെ ആക്റ്റീവായിട്ട് ചിക്കൻ കബാബ് ഉണ്ടാക്കുകയാണ്. രാവിലെ തന്നെ ഇവിടെ ചിക്കൻ കബാബൊക്കെയാണ് ആൾക്കാർ കഴിക്കുന്നത് കേട്ടോ. ചിക്കൻ കബാബ്, ഷവായി. ചേട്ടൻ ഞങ്ങളെ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾക്കൊരു ഹായൊക്കെ കാണിച്ചിരിക്കും. അടുത്തൊരു ചേട്ടൻ ഒരു ലൈക്കൊക്കെ അടിച്ചിട്ട് അൽഫാം ഉണ്ടാക്കുകയാണ്. രാവിലെ അടിപൊളി അടാറ് അൽഫാം കണ്ടപ്പോഴത്തേക്ക് വാങ്ങിക്കണമെന്ന് തോന്നി. പക്ഷേ ഇവിടുത്തെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് വാങ്ങിയില്ല. ബ്രെഡും വാങ്ങിച്ചിട്ട് നേരെ റൂമിലേക്ക് തന്നെ ബ്രെഡും മയണൈസ്. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സഞ്ചരിക്കുന്ന തട്ടുകട കണ്ട ഒരു ബൈക്ക് മതി. അവർക്ക് എവിടെ വേണോ കൊണ്ടുപോയി കച്ചവടം ചെയ്യാൻ പറ്റും. രാവിലെ അങ്ങനെ കമ്പി കൊടുത്ത് വെച്ചേക്കാണ് നമ്മുടെ നാട്ടിലെ ഷവായി. ഒരു 3 ഷവായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തോ കാര്യത്തിൽ മനന്നൊന്ന് വിഷമിച്ച് തൂങ്ങി മരിച്ച 3 കോഴിക്കുഞ്ഞുങ്ങൾ. എന്താണെന്നറിയില്ല, കണ്ടപ്പോൾ നല്ല വിഷമം തോന്നി. നടന്നു വന്നപ്പോൾ ഒരു ചൂടല്ലേ, ഒരു കുലുക്കി അടിക്കാം. അങ്ങനെ ചേച്ചിയോട് ഒരു പൈനാപ്പിൾ കുലുക്കി പറഞ്ഞു. ഒരു കുലുക്കിയുടെ വില 20 തായ് ബാത്ത്. അടിപൊളി കുലിക്കായിരുന്നു കേട്ടോ. നല്ല ഐസൊക്കെ ഇട്ട് അടിപൊളി കുലിക്കായിരുന്നു. നേരെ കൊണ്ടുവന്ന് പച്ചക്കറിയൊക്കെ ഞാനും കുട്ടേട്ടനും നായനോടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ബ്രെഡും കണ്ടെടുത്ത് മയണൈസൊക്കെ തേച്ച് എല്ലാം സെറ്റ് ചെയ്ത് 3 തടിയന്മാരുടെ ഇരുന്നങ്ങ് കഴിക്കുകയാണ്. ഇതൊന്നും അറിയാതെ റൂമിൽ കിടന്ന് ഉറങ്ങുന്ന 2 മണ്ടന്മാർ. അവന്മാർക്ക് ഫുഡൊന്നും വേണ്ട, ഉറക്കം മതി എന്ന് പറയാം.
അത് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഉറങ്ങിയിട്ട് ഉച്ചയ്ക്ക് ചോറ് മേടിക്കണമല്ലോ. അപ്പോൾ ചോറ് മേടിക്കാൻ വേണ്ടി ഗൂഗിളിൽ ചോറിൻ്റെ ഫോട്ടോയെ കാണിച്ച് റിസപ്ഷൻ ബോയോട് ചോദിച്ചു ഈ സാധനം എവിടെ കിട്ടും. അപ്പോൾ അവൻ പറഞ്ഞു ഇതാ ഇവിടെ ഒരു അടുത്തുള്ളൊരു കടയിൽ ഇവിടെ കുറച്ച് മുന്നോട്ട് പോയാൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കുട്ടേട്ടനും കൂടെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ അതാ ഒരു ചേട്ടൻ ചോറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ സുഖമായിട്ട് സിഗരറ്റൊക്കെ വലിച്ച് റെസ്റ്റ് എടുക്കുകയാണ്. എന്നാൽ പിന്നെ പുള്ളിക്കൊരു പണി കൊടുക്കാമല്ലോ. നമുക്കിതിൽ സൈക്കിൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കുട്ടേട്ടനെ അതിലോട്ടങ്ങ് കയറ്റി. ഞാനും കൂടി കയറിയപ്പോഴത്തേക്ക് ഒന്ന് ഞെരുങ്ങി. പുള്ളി ഒന്ന് നോക്കിയിട്ട് ഗിയറൊക്കെ മാറിയതാ മുന്നോട്ട് പോവുകയാണ്. റോഡൊക്കെ ക്രോസ് ചെയ്ത് അടിപൊളി യാത്ര, നല്ല രസകരമായ യാത്ര. അങ്ങനെ ചോറ് അന്വേഷിച്ചിട്ടുള്ള പോക്കാണ് ഈ രണ്ടുപേരും. നല്ല വിശപ്പുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്. പുള്ളി മൊബൈലിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. മൊബൈലിൽ എന്തോ പ്രോഗ്രാം എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഈ ഡിസ്റ്റർബ് ചെയ്തത്. എന്തായാലും സ്പീഡിൽ ചവിട്ടി വിടുന്നുണ്ട്. വിട്ട് അവസാനം കടയുടെ മുന്നിൽ കൊണ്ടെത്തിച്ചു. കടയിൽ കയറി കുട്ടേട്ടൻ മൊത്തത്തിലൊന്ന് പരതിയപ്പോൾ കുറേ ഫോട്ടോ ഉണ്ട്. കുട്ടേട്ടൻ ആ ഫോട്ടോയിൽ നിന്ന് ഒരു സംഭവം അങ്ങ് പിടിച്ചു. ചിക്കൻ കറി അത് കണ്ടുപിടിച്ചു ചിക്കൻ കറിയാണെന്ന്. അങ്ങനെ പുള്ളിയോട് എന്തൊക്കെ ആക്ഷൻ കാണിച്ചിട്ട് ഒരു ചിക്കൻ കറിക്ക് ഒരു ഓർഡർ കൊടുത്തു. അപ്പോൾ ഒരു ചേച്ചി ഇവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു റൈസ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ റൈസ് കിട്ടുമെന്ന് പറഞ്ഞു. പുള്ളി അപ്പോഴേക്കും ചിക്കൻ്റെ ഓർഡർ അകത്തോട്ട് കൊടുത്തു. അങ്ങനെ റൈസ് നോക്കിയപ്പോഴത്തേക്കും ചെറിയ ഓരോ പാക്കറ്റ് റൈസാണ് കേട്ടോ. 4 എണ്ണത്തിന് 10 രൂപ. അങ്ങനെ നമ്മൾ എന്തായാലും ഒരു 6 പേരല്ലേ, 3 എണ്ണം വാങ്ങിച്ചു. ഒരു കവറിൽ 4 എണ്ണം. അങ്ങനെ 3 കവർ മേടിച്ചു. ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോഴേക്കും ഞങ്ങളുടെ ചിക്കൻ കറിക്കുള്ള ഒരുക്കങ്ങൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ചിക്കൻ കറിക്കുള്ള സവാള, ബേബി കോൺ, പിന്നെ വേറെ എന്തൊക്കെയോ മസാല. ഇതിൻ്റെ ഇടയിൽ ആ അമ്മ ചിരിക്കുന്ന വേറൊന്നുമല്ല, ഞങ്ങൾ കുട്ടേട്ടൻ അവിടെ എന്ന് പറയാം ഞങ്ങൾക്കൊരു ഓംപ്ലേറ്റ് വേണം, ഞങ്ങൾക്കൊരു അടിപൊളി അടാറ് ഓംപ്ലേറ്റ് വേണം, അത് ഞങ്ങളുടെ സ്റ്റൈലിൽ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞു കുട്ടേട്ടൻ അവിടെ അമ്മയ്ക്ക് ക്ലാസ് എടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് അവർ ചിരിച്ചത്. എന്തായാലും ചിക്കൻ കറി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ചിക്കൻ കറിയിൽ. പിന്നെ എന്തൊക്കെയോ കുറേ സോസൊക്കെ ഒഴിക്കുന്നുണ്ട്. എന്തായാലും ചേച്ചി ആ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുവാണ്. രണ്ടുപേരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കുട്ടേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് മുട്ടയ്ക്ക് ഓംപ്ലേറ്റിനുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ സെറ്റപ്പൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് വേണ്ട. ഈ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നത് ഈ കാണുന്ന വല്യമ്മയാണ് കേട്ടോ. മുട്ട ഓംപ്ലേറ്റിൻ്റെ ആൾ വല്യമ്മയാണ്. എന്തായാലും ഞങ്ങൾക്ക് ഒരു 6 മുട്ടയൊക്കെ ഇട്ട് പൊട്ടിച്ച് നിറഞ്ഞ എണ്ണയിലിട്ട് അടിപൊളി അടാറ് ഓംപ്ലേറ്റ് ഇങ്ങോട്ട് പൊരിച്ച് ഇങ്ങ് തന്നു കയ്യിൽ. ഇതും വാങ്ങിച്ച് ചോറും വാങ്ങിച്ച് കുട്ടേട്ടൻ കാണിക്കുന്നുണ്ട്. 10 എന്ന് പറഞ്ഞ് 2 കൈ പൊങ്കി കാണിക്കുകയാണ്. കാരണം 200 രൂപ കൊടുത്തിട്ട് 190 ആയുള്ളൂ. 10 രൂപ ബാക്കി മേടിക്കാനുള്ള പരിപാടിക്കാണ് ഈ 10 കാണിക്കണം. ചേച്ചിക്ക് അത് മനസ്സിലായി. ചേച്ചി അത് കൊണ്ട് കൊടുത്ത് 10 രൂപ കൊണ്ടുവന്നു. രണ്ടുപേരും കൂടി നടന്നു വന്നപ്പോൾ റൂമിൽ കുടിക്കാൻ വെള്ളമില്ല. അങ്ങനെ വഴിയരിയിൽ കണ്ടതാണ് വെള്ളത്തിൻ്റെ ക്യാനുകൾ നിരത്തി വെച്ചേക്കണം. കുട്ടേട്ടനല്ലേ ആള് 26ൻ്റെ സാധനം 52 രൂപ, 50 ഇടാ 50 ആണെങ്കിൽ മതി എന്ന് പറഞ്ഞ് അവസാനം സമ്മതിച്ചു. അവിടെ 2 രൂപ ലാഭിച്ചു. അങ്ങനെ കുട്ടേട്ടനും ഞാനും കൂടി 6 കുപ്പി വീതമുള്ള 2 കുപ്പി വെള്ളം ഞങ്ങൾക്ക് അവൻ എടുത്ത് തന്നു. അതും എടുത്ത് വെയിലത്ത് 2 പേരും കൂടി പയ്യെ നടന്ന് റൂമിലേക്ക് വന്ന് ഇത് കഴിച്ച് നല്ലൊരു ഉറക്കമുറങ്ങിയതിന് ശേഷം കണ്ണൂർ സ്കോഡ് നിൽക്കുന്നത് പോലെ ആലോചിച്ച് നിൽക്കുന്നത് വേറൊന്നുമല്ല, എവിടെയെങ്കിലും ഒന്ന് നടക്കാൻ പോകണ്ടേ, എന്തെങ്കിലും പുറത്തോട്ട് ഇറങ്ങണ്ടേ എന്നുള്ള ആലോചനയാണ്. ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നത് കണ്ട് ഇക്കുറു ഇക്കുറു ഭയങ്കര നാണക്കാരനാണ്. വീഡിയോ എടുക്കുന്നത് കണ്ട് അപ്പം കയറി ഒളിച്ചളയും. അങ്ങനെ നടന്നു. ഒരു നടത്തെന്ന് പറഞ്ഞ ഒരു വല്ലാത്ത നടത്തയായിപ്പോയോ. ഇമാതിരി നടത്ത പ്രതീക്ഷയില്ല. നടന്ന് വന്ന് ഒരു 3.5 കിലോമീറ്റർ റൂമിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ നടന്ന് വന്നത് സെൻട്രൽ മാൾ. എന്തായാലും ലുലു മാൾ മാത്രം കണ്ട എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് സെൻട്രൽ മാൾ കാണാൻ ഒരു ആകാംക്ഷയൊക്കെ തോന്നി. എന്നാൽ ഇത്രയും നടന്നപ്പോൾ തന്നെ അവശനായി. എന്നാലും സാരമില്ല, കയറിക്കളയാന്ന് വിചാരിച്ച് നേരെ സെൻട്രൽ മാളിന് അകത്തോട്ട് കയറി. 6 നിലയിലായിട്ട് വിശാലമായ സെൻട്രൽ മാൾ, ഒരു മാള്. ഇത് മൊത്തം ഒന്ന് കറങ്ങി കാണണമെങ്കിൽ ഏകദേശം 1 ദിവസത്തിൽ കൂടുതൽ വേണം. അതിനുള്ള ആരോഗ്യം ഇല്ലായിരുന്നു. നടന്ന് മടുത്ത്. എന്നാലും സാരമില്ല, ഒന്ന് കറങ്ങി ചെറുതായിട്ടൊന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല ഇക്രുമോന് പൈസ മാറണമായിരുന്നു. ഇന്ത്യൻ മണി മാറി തായ്പാത്തിലോട്ട് മാറി അവനെന്തൊക്കെയോ ഡ്രസ്സോ കാര്യങ്ങളൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഗ്രൗണ്ട് ഫ്ലോറിലാണ് മണി എക്സ്ചേഞ്ച്, നിങ്ങൾ നേരെ നടന്നാൽ മതി എന്നൊരു ചേട്ടൻ പറഞ്ഞു. അങ്ങനെ നേരെ മണി എക്സ്ചേഞ്ച് അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ നേരെ നടന്ന് മണി എക്സ്ചേഞ്ച് എത്തി ഇക്രുമോ കയ്യിലുണ്ടായിരുന്ന 3000 രൂപയാണ്. 3000 രൂപ എടുത്ത് കൈ കൊടുത്തു. അപ്പോഴത്തേക്കും ചേച്ചി അതിൽ നിന്ന് ഒരു നോട്ടെടുത്ത് ഇക്രുമോനോട് പറയുക, ഇക്രുമോനെ ഇതിൽ ലിപ്സ്റ്റിക്ക് ക്യൂടെക്സ് ഒക്കെ പറ്റിയിരിപ്പുണ്ട്, ഈ നോട്ട് എടുക്കാൻ പറ്റില്ല. എല്ലാവരോടും കാണിച്ചു കൊടുത്ത് തിരിച്ച് ഇക്രുമോൻ അത് മേടിച്ച് പോയ പോക്കറ്റിൽ വെച്ചു. എന്നിട്ട് കറക്റ്റ് 2500 രൂപ കൊടുത്തപ്പോൾ 1000 തായ്പാത്ത് ഇക്രുമോൻ്റെ കയ്യിൽ കിട്ടി. ഇക്രുമോൻ അത് കിട്ടിയ ഉടനെ പറഞ്ഞു ചിലവ് ചെയ്യാം, എല്ലാവർക്കും ഞാൻ ചിലവ് ചെയ്യാമെന്ന് പറഞ്ഞ് നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയി.
അത് വിശാലമായ ഒരു ഫ്ലോറ് ഫുള്ള് ഫുഡ് കോർട്ട്, ചെറിയ ചെറിയ തട്ടുകട പോലുള്ള സെറ്റപ്പ്, പക്ഷേ വെറൈറ്റി ഫുഡ്. എന്തായാലും ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി, ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. ഫുഡൊന്നും കഴിക്കാൻ നിൽക്കാതെ അവിടെ മൊത്തത്തിലൊന്ന് കറങ്ങി, എല്ലാ ഫ്ലോറും കുറേച്ചേ ഒന്ന് കറങ്ങി. അങ്ങനെ കറങ്ങി വന്നപ്പോൾ നമ്മുടെ ലംബോർഗിനി പോലെ അടിപൊളി ഒരു കാറ് കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കണം. കുട്ടേട്ടനൊക്കെ പോസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് പോസ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇക്രമൻ പറയുന്നത്, എനിക്ക് ചേട്ടായിക്ക് എനിക്ക് കാറ് മേടിച്ചു തരുമോ. ഞാൻ പറഞ്ഞു, കാറ് മേടിക്കാനുള്ള പൈസ ഒന്നുമില്ല, ആകെ എത്ര പൈസ ഉള്ളൂ, നിനക്ക് ഈ കാറ് വേണമെങ്കിൽ ഞാൻ പിന്നെ മേടിച്ചു തരാമെന്ന് പറഞ്ഞ് അവനെ ഒന്ന് സമാധാനിപ്പിച്ച് നടന്നപ്പോൾ 200, 150 ഷർട്ട്, ടീഷർട്ട്, നല്ല നല്ല കാഴ്ച. ഡ്രസ്സിൻ്റെ ഒരു മേളം തന്നെ കേട്ടോ. ഡ്രസ്സിനൊക്കെ ഭയങ്കര വിലക്കുറവാണ് ഈ മാളിൽ. 100, 200, 150 പരിപാടികളാണ് എല്ലാ സാധനത്തിലും ഒരുപാട് വിലക്കുറവുള്ളതായിട്ട് കിടക്കുന്ന. ഏതെടുത്താലും 250 ഒരു തായ് ചേച്ചി വിളിച്ച് പറയുന്നു. എല്ലാവരും ഭയങ്കര തിരക്കാണ്. 250 ജീൻസ് മേടിക്കാനുള്ള തിരക്കാണ്. എന്താണെന്നറിയില്ല, സംഭവം കളറാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും മാളിൻ്റെ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടും മേക്കപ്പ് സെറ്റിൻ്റെ ഒരു കളി തന്നെ കേട്ടോ. ചേച്ചിമാരെ മേക്കപ്പ് സെറ്റ് ഒരു ഫ്ലോറ് നിറയെ, പല ബ്രാൻഡ്, പല ഐറ്റം, ഒരു രക്ഷയില്ല. മേക്കപ്പ് സെറ്റിൻ്റെ കളി എന്ന് പറഞ്ഞാൽ അപാരം. ഇതെല്ലാം കണ്ട് മുന്നോട്ട് നടന്നപ്പോൾ നമ്മൾ കണ്ടെത്തി ടോപ്സ് വൈൻ സെല്ലർ. സംഭവം കളർ. എന്നാൽ പിന്നെ അകത്തോട്ടൊന്ന് കയറി ഒന്ന് നോക്കാം എന്താണ്, ഒരു ബീറെങ്കിലും മേടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച 5 പേര് ഓടിക്കയറി. ഇരിക്കുന്നു കടാക്കടിയന്മാരായ മദ്യക്കുപ്പികളും. ഒരു രക്ഷയില്ല, എല്ലാത്തിനും ഒടുക്കത്തെ വില കാരണം ഒന്ന് കറങ്ങി മൊത്തത്തിലൊന്ന് പരതി. എന്നിട്ട് എന്തിനോ വേണ്ടി, വീഡിയോയ്ക്ക് വേണ്ടി എന്തൊക്കെയോ പറയുന്നു ഞാൻ. എന്നിട്ട് ഒരു ബിയർ കൂടി മേടിക്കാതെ അവിടെ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ കണ്ടത് ജീവനുള്ള കല്ലുമ്മക്ക, നല്ല അടിപൊളി അടാറ് കല്ലുമ്മക്ക അങ്ങോട്ട് കിടക്കണം കേട്ടോ. കല്ലുമ്മക്കായി നമ്മളെ നാട്ടിലെ കൊഞ്ചിൻ്റെ വലിയ സൈസ് 199 രൂപയാണ് ഇതിൻ്റെ വില. അടിപൊളി കൊഞ്ച് ജീവനോടെ നമുക്ക് മേടിച്ചുകൊണ്ട് പോകാം. എന്തായാലും അവിടെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 6 പീസിൻ്റെ KFCക്ക് ഓർഡർ ചെയ്ത് ഒരു ടാക്സിയും വിളിച്ച് നേരെ റൂമിലേക്ക്.